അഹങ്കാരി പെണ്ണിന്റെ ചൂടൻ സെക്കൻഡ്. രചന കിറുക്കി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഓഡിറ്റോറിയത്തിലെ ഗ്രീൻ റൂമിൽ സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങിയിരിക്കുമ്പോഴും ആരാധ്യയുടെ ഉള്ളിൽ എല്ലാവരോടും എല്ലാത്തിനോടും വല്ലാത്ത ദേഷ്യം തോന്നി. ഒരിക്കലും ഇങ്ങനെ യുവാജീവിതം താൻ ആഗ്രഹിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ടോ ഇല്ല. അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റിനോട് വെറുപ്പാണ്. തന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു താലിച്ചാട്ടിൽ കുരുങ്ങിയില്ലാതെയാവാൻ പോകുന്നു. കടപ്പാടുകളുടെയും ബന്ധങ്ങളുടെയും പേരിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. ഏയ് മിസ് കോളേജ് ബ്യൂട്ടി, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വപ്നം കാണുകയാണോ? എന്താ കാണുന്നേ? വയലിൽ കൂടി ഉഴുതുമറിക്കാൻ പോകുന്ന നിന്റെ ഭർത്താവിന്റെ പുറകെ ചോറ് ചോറ്റുപാത്രത്തിലാക്കി അവരുടെ പുറകെ വിയർപ്പൊപ്പം നടത്തുന്ന നിന്നെയോ? അല്ല, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏതോ കൃഷിക്കാരനെ കെട്ടാനായിരുന്നോ നീ ഒന്നറങ്ങൊക്കെ വാങ്ങി പാസ്സായത്? എന്തൊക്കെയായിരുന്നു. ലോകം അറിയപ്പെടുന്ന വ്യക്തിയാവാൻ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്നിട്ടോ ഇപ്പൊ ഏതോ 4ാം ക്ലാസ്സുകാരൻ കൃഷിക്കാരന്റെ ഭാര്യയാവുന്നു. സോ സാഡ്. നീ ഞങ്ങളോടൊന്നും വലിയ കമ്പനിക്ക് വരില്ലായിരുന്നല്ലോ. നിന്റെ റേഞ്ചിന് ഞങ്ങളെയൊന്നും പിടിക്കില്ലായിരുന്നല്ലോ. ഇപ്പൊ നിന്റെ റേഞ്ചിലുള്ള ആളെ തന്നെ കിട്ടിയല്ലോ. കഷ്ടം. ശ്യാമിലിയുടെ വാക്കുകളിലെ പരിഹാസം ആരാധ്യയുടെ കണ്ണുകളെ ഈറനടിച്ചു. തന്റെ സ്വപ്നങ്ങൾ. അപ്പോഴാണ് ആന്റിയും വേറെ ചില ബന്ധുക്കളും തന്റെ അടുത്തേക്ക് വന്ന് ആന്റി തന്നെ ചേർത്ത് പിടിച്ച് മുത്തം തന്നപ്പോൾ അവൾ അവരുടെ നെഞ്ചിലേക്ക് എരിയുന്ന മനസ്സുമായി ചേർന്നു. ശ്യാമിലിയും ഫ്രണ്ട്സും ഗ്രീൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴാ സമാധാനമായത്. എന്തൊക്കെയായിരുന്നു അവളുടെ ജാട. കാണാൻ കുറച്ച് ഭംഗിയും കുറച്ച് ബുദ്ധിയുണ്ടെന്ന പേരിൽ നമുക്കൊക്കെ പുല്ല് വിലയല്ലേ അവൾ തന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഒരിക്കലും ഈ വാത്തിന് വരില്ലെന്ന് കരുതിയതാ. അവളുടെ ആന്റി വിളിച്ചില്ലെങ്കിൽ വരില്ലെന്ന് തന്നെ തീരുമാനിച്ചാ. പക്ഷെ അവളെ കെട്ടുന്ന ഒരു പട്ടിക്കാട്ടുകാരൻ കൃഷിക്കാരനാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഇതുപോലെ നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. അവളുടെ അങ്കിളുടെ പല ഫ്രണ്ട്സും ആയിരിക്കും. അയാൾ പറഞ്ഞ അവൾ എന്തും ചെയ്യുമല്ലോ. ഏതേലും കിളവനായിരിക്കും കെട്ടുന്നത്. ഇന്നെന്തായാലും നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. കമോൺ ഗൈസ്. ശ്യാമില അവരുടെ ഫ്രണ്ട്സുമായി കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. ചെറുക്കനെ ആനയിച്ചുകൊണ്ടുവരുന്ന സമയമായപ്പോൾ അവരൊരു ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി. ആളുകളുടെ മധ്യത്തിലൂടെ താലപ്പൊലിയുടെ അകമ്പടിയോടെ നടന്നു വരുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ട് അവരുടെ കണ്ണു തള്ളി. ഏതോ കിളവനായിരിക്കുന്ന കരുതി കൃഷിക്കാരനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിപ്പോ മണ്ഡപത്തിലിരിക്കുന്ന ആദിവിനെ എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി. അത്ര സുന്ദരനായിരുന്നു അവൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരാധ്യയുടെ ആന്റിയും അങ്കിളും അവളെയുമായി വന്നു. മണ്ഡപത്തിലിരിക്കുമ്പോഴും താലി കെട്ടുമ്പോഴൊന്നും അവനെ നോക്കാൻ അവൾക്ക് തോന്നിയില്ല. ഇതുവരെ അവനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിനുള്ള അവസരങ്ങൾ താനായി തന്നെ ഒഴിവാക്കിയതാണ്. സിന്ദൂരം നെറുകയിൽ പതിപ്പിക്കുമ്പോൾ അവൾ അവനെയും നോക്കി. അവളുടെ കണ്ണിലെ പുച്ഛഭാവം അവനിൽ ഒരു സംശയം ഉണ്ടാക്കി. അങ്കിളിനോട് ആന്റിയോട് യാത്ര പറയുമ്പോൾ അവൾക്ക് സങ്കടവും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് താൻ തിരിച്ചു വരും. പിന്നെ എന്തിനു വിഷമിക്കണം? ആ നരകത്തിൽ നിന്ന് ഏതു വിധനെയും താൻ രക്ഷപ്പെടും. മെയിൻ റോഡ് കടന്ന് ഏതോ വഴിയിലേക്ക് അവരുടെ കാറ് കയറി. ചുറ്റിലും പാടവും പുഴയും കായലും ഓടിക്കളിക്കുന്ന കുറെ പിള്ളേരും കൊച്ചു കൊച്ചു കടകളും. മുംബൈ പോലെ നഗരത്തിൽ ജീവിച്ച അവൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒരു പുച്ഛം തോന്നി. ഇതുപോലെ സ്ഥലത്ത് ഇനിയുള്ള തന്റെ ജീവിതമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. ശിവപുരം ഗ്രാമത്തിന്റെ ഒത്തനടുക്കായി ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പാലക്കൽ തറവാട്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തറവാട്ടിലെ കൃഷ്ണകുമാറിന്റെയും ശ്രീലതയുടെയും മകൻ ആരാധ്യന്റെ ഭാര്യ ആ സ്ഥാനത്തേക്കാണ് ആരാധ്യ വരുന്നത്. തറവാട്ടിലെ കാർന്നോർ മുരളിനാഥിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാമായി സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടുകുടുംബം. അവിടേക്കാണ് ആരാധ്യ വരുന്നത്. ശ്രീലത കൊടുത്ത വിളക്കുമായി ഉള്ളിലേക്ക് കയറുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ കഴിയണമെന്നാണ് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചത്. ഒരു നിമിഷം ആ വിളക്കൊന്ന് ഊതിക്കെടുത്താൻ പോലും അവൾക്ക് തോന്നിപ്പോയി. അവന്റെ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പഴയ തറവാടാണെങ്കിലും മുറികളെല്ലാം പുതിയ രീതിയിലുള്ളതാണ്. അവളുടെ പിറകെ ആ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളും ഏട്ടത്തീന്ന് വിളിച്ച് അവളുടെ പുറകെ കയറി. ആരാധിക്കാകെ വിറഞ്ഞു കയറി. ശല്യങ്ങൾ. ആൾക്ക് തനിച്ചിരിക്കണം, ശല്യപ്പെടുത്താൻ വരരുതെന്ന് പറഞ്ഞ് കുട്ടികളെ പുറത്താക്കി വാതിലടച്ചു. കുട്ടികൾക്ക് വല്ലാത്ത വിഷമം തോന്നി. പുതിയ ഏടത്തി വരുമ്പോൾ തങ്ങൾക്ക് പുതിയൊരാളെ കൂട്ടിന് കിട്ടുമെന്നൊക്കെ സ്വപ്നം കണ്ടതാണ്. അവരെ ആശ്വസിപ്പിച്ച് കൂട്ടത്തിലെ മുതിർന്ന കുട്ടികളായ അമ്മുവും ആളും അവിടുന്ന് കൊണ്ടുപോയി. പാലക്കൽ തറവാട്ടിലെ പുതിയ കൊച്ചു മരുമകളെ കാണാൻ ആ നാട്ടിലെ കുറച്ചുപേരൊക്കെ എത്തി. എന്നാൽ ആരെയും കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആൾ റൂമിൽ തന്നെ ഇരുന്നു. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാണ് ആദി. അവരൊക്കെ നിരാശയോടെ മടങ്ങിപ്പോകുന്ന കണ്ട അവന് വല്ലാത്ത അമർഷം തോന്നി. രാത്രിയിൽ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ താഴേക്ക് ചെന്നു. ചുട്ടരച്ച ചമ്മന്തിയും പപ്പടവും എല്ലാമായി നല്ല അസൽ പാൽക്കഞ്ഞിയായിരുന്നു. അത് കണ്ടപ്പോഴേ ആരാധ്യ ഒരു ഓക്കാനത്തോടെ എണീറ്റു. ഇതുപോലത്തെ ഫുഡൊന്നും ഞാൻ കഴിക്കില്ല, എനിക്കിത് വേണ്ട. അവൾ മറ്റാരെയും ശ്രദ്ധിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. എല്ലാവർക്കും ആകെ സങ്കടമായി. ആദിക്ക് ദേഷ്യം വന്നെങ്കിലും അവരത് നിയന്ത്രിച്ചു. ആദിയുടെ ചെറിയച്ഛൻ പണിക്കാരനെ വിട്ട് ആൾക്കായി ബ്രെഡും സ്പ്രൈറ്റും വാങ്ങിപ്പിച്ചു. അവൾ പട്ടിണി ഇരിക്കുന്നവർക്ക് ഓർക്കാൻ കൂടി കഴിയില്ലായിരുന്നു. അത് വാങ്ങി നൽകിയെങ്കിലും അവളുടെ മുഖത്ര തെളിഞ്ഞില്ല. രാത്രിയിൽ മുറിയിലേക്ക് വന്ന ആദി അവളെ നോക്കി. ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ട് കട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട്. ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുങ്ങാൻ വലിയമ്മയും അമ്മയും ഒക്കെ വിളിച്ചപ്പോൾ അവൾക്ക് അത്തരത്തിലുള്ള വേഷം കെട്ടിലൊന്നും താല്പര്യമില്ലത്രേ. അവളുടെ അങ്കിളിനോട് ഈ വീട്ടുകാർക്കുള്ള കടപ്പാട്, സ്നേഹബന്ധം ഇതൊക്കെ ഓർത്താണ് ഈ കല്യാണത്തിന് പോലും സമ്മതിച്ച്. തനിക്ക് ചേർന്നൊരാളെയല്ല അവളെന്ന് ആദ്യ ദിവസം തന്നെ അവൾ തെളിയിച്ചല്ലോ. ഇതെങ്ങനെ എത്ര നാൾ മുന്നോട്ടുണ്ടോ? ആ വന്നോ തന്നെയൊന്ന് കാണാതിരിക്കുന്ന ഞാൻ. ആള് സംശയത്തോടെ അവൻ നോക്കി. താൻ എന്താ വിചാരിച്ച എന്നെ കുറിച്ച്?
തനിക്ക് എന്നെ പറ്റി എന്തറിയാം? എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു ഞാനെന്ന് തനിക്കറിയോ? എന്നെ ഇതുപോലെ വീട്ടിൽ അടുക്കളക്കാരിയാക്കാന്ന് കരുതിയോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള എന്നെ പോലെ പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകുന്ന തനിക്കൊന്ന് ചിന്തിച്ചുകൂടായിരുന്നോ? അതിന് കുറച്ച് വിവര വിദ്യാഭ്യാസം വേണമല്ലോ. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നോ? എന്നെ വിവാഹം ചെയ്താൽ കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളായിരിക്കുമല്ലോ നോട്ടം. എൻ്റെ അങ്കിളിനോട് എനിക്കുള്ള കടപ്പാട് ഒന്നുകൊണ്ട് മാത്രം ഈ വിവാഹം നടന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രം. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല തന്നെ പോലെ ഒരാൾക്ക് എന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ അങ്കിളിന് എങ്ങനെ തോന്നിയെന്ന്. എന്തായാലും എന്ത് ചെയ്തിട്ടാലും ഈ വീട്ടിൽ ഞാൻ ഉടനെ ഇറങ്ങും. ഈ നരകത്തിൽ ജീവിക്കാൻ വേണ്ടി മണ്ടിയല്ല ഞാൻ. ആളവനെന്ന് പുച്ഛത്തോടെ നോക്കി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ആദ്യം ഒന്നും മിണ്ടാതെ ബാൽക്കണിയിൽ പോയി കിടന്നു. ഇനിയുള്ള തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ളത് അവന് വലിയൊരു സംശയമായി തോന്നി. പിറ്റേന്ന് രാവിലെയും ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അവൾ കൂട്ടാക്കിയില്ല. ആരൊക്കെയോ ഫോൺ ചെയ്തും വെറുതെ ഇരുന്ന് അവൾ നേരം കഴിച്ചു കൂട്ടി. അവിടെ ഉണ്ടാക്കിയ ആഹാരമൊന്നും കഴിക്കാൻ അവൾ ചെന്നില്ല. എല്ലാവരും വന്ന് വിളിച്ചെങ്കിലും അവൾ താഴേക്ക് പോയില്ല. ആ ബ്രെഡും സ്പ്രൈറ്റും മാത്രം കഴിച്ച് അവൾ നേരം തള്ളി നീക്കി. എല്ലാവർക്കും അവളുടെ ഈ പ്രവൃത്തി വിഷമമുണ്ടാക്കിയെങ്കിലും അവൾ മാറുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആദ്യം പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവളുടെ കാര്യം പൂർണ്ണമായി വിട്ടിരുന്നു. വൈകുന്നേരം അമ്പലത്തിൽ പോയ മാളുവാമ്മ കരഞ്ഞുകൊണ്ടാണ് തിരികെ വന്ന്. പോകുന്ന വഴിയിൽ അവരെ ആരോരാൾ തടഞ്ഞു നിർത്തി അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചത്രേ. രണ്ടുപേരും എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. കേട്ടുടനെ ആദ്യം ചെറിയച്ഛനമോ ഒരാളും കൂടെ പൊള്ളിച്ചുമായി പോയി. മാളുവാമ്മ നന്നായി പേടിച്ചിരുന്നു. രാത്രിയിൽ റൂമിലിരിക്കായിരുന്നു ആരാധ്യ. പെട്ടെന്നാണ് റൂം തള്ളി തുറന്ന് ആദ്യം അകത്തേക്ക് വന്ന് ആളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് താഴേക്ക് കൊണ്ടുവന്നു. താഴെ മാളുവിനെ അമ്മുനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ആദ്യം അടിച്ചളർത്തിയിട്ടിരുന്നു. അയാളുടെ മുന്നിലേക്ക് അവൾ ആദ്യം കൊണ്ട് നിർത്തി. പറയടാ, നിനക്കുള്ള അറിയോ? അവൻ ആരാധ്യയെ നോക്കി. അറിയാം, ഈ മേഡം പറഞ്ഞിട്ടാ ഞാൻ സാറിന്റെ പെങ്ങന്മാരെ ഉപദ്രവിക്കാൻ നോക്കിയത്. അത് കേട്ട് എല്ലാവരും ഞെട്ടി. ആരാധ്യയും ഞെട്ടി. ഇല്ല, ഞാനല്ല, ഞാൻ അതിനല്ല. ആൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴേക്ക് അയാൾ ഫോണിലൊരു മെസ്സേജ് കാണിച്ചു. അത് അയാളുടെ നമ്പറിൽ നിന്ന് അയാൾക്ക് പണം കൊടുത്തതിന്റെ തെളിവായിരുന്നു. ഒപ്പം ചില മെസ്സേജുകളും. അതിൽ പകുതിയും ഡിലീറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി. ഇയാൾ അങ്കിളുടെ ഓഫീസിൽ ജോലിക്കാരൻ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. പക്ഷെ ഇയാളെ ഏൽപ്പിച്ച് ആദ്യവിനൊന്ന് വിരട്ടി തന്നെ ഒഴിവാക്കാൻ പറയണമെന്ന് മാത്രമായിരുന്നു. അല്ലാതെ കുട്ടികളെ ഉപദ്രവിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ആദ്യം അകത്തേക്ക് കയറി ഒരു ബാഗിൽ അവിടെ സാധനങ്ങളുമായി വന്ന് ആളെയും വലിച്ച് കാറിൽ കയറ്റിയിരുന്നു. ചുറ്റുമുള്ളവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ അവളുമായി പോയി. അങ്കിളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ ചെന്നയുടനെ അവളെ കാറിൽ നിന്ന് വലിച്ചിറക്കി. ശബ്ദം കേട്ട് മാധവനും ഇന്ദുവും പുറത്തേക്ക് വന്നിരുന്നു. അങ്കിളിനോട് എന്റെ വീട്ടുകാർക്കുള്ള സ്നേഹബന്ധം ഓർത്തു മാത്രം ഒരു കല്യാണത്തിന് മനസ്സുകൊണ്ട് തയ്യാറാവാതിരുന്നിട്ടും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച്. ഒരു കളങ്കവുമില്ലാതെ പൂർണ്ണ മനസ്സോടെ തന്നെയാ ഞാൻ ഇവളെ സ്വീകരിച്ച്. പക്ഷേ ഇതുപോലെ ദൂഷിച്ച മനസ്സുള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കാണാൻ എനിക്ക് പ്രയാസമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ആയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ നടന്നതിന് എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ. പക്ഷേ ഇത് തുടർന്നുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. എന്നെപ്പോലെ എൻ്റെ വീട്ടുകാരെയും സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇവൾക്ക് അതിനൊന്നും പറ്റില്ല. ആരെയും സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ഇവൾക്ക് അറിയില്ല. മനസ്സ് നിറയെ എന്തോ ആണെന്നുള്ള അഹംഭാവം മാത്രമാ. സോറി അങ്കിൾ, എന്നോട് ക്ഷമിക്കുക. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവനോടൊന്നും പോയി. വീട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടിയങ്ങ് പുറപ്പെട്ടോണം. അവൻ ആ മംഗലത്തുകാരുടെ ഗുണ്ടാപണിക്ക് നടക്കുന്നവനല്ലേ? അവനെയൊക്കെ വിശ്വസിക്കാമോ? ഒന്നുകൂടെ എടുത്തിട്ട് അവനെ ഒന്ന് പെരുമാറിയാ അവൻ സത്യം പറഞ്ഞു. ആരും മോളും മക്കളെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല. മോളെ ഉപേക്ഷിക്കാൻ നിന്നോട് പറഞ്ഞ് നിന്നെ ഒന്ന് വിരട്ടാൻ ആ കുട്ടി അവനോട് പറഞ്ഞിരുന്നു. അതേ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ മംഗലത്തുകാരുടെ പണിയാ. നീ ഉടനെ ആ കുട്ടി അങ്ങ് കൊണ്ടുപോയില്ലേ? മാധവൻ എന്ത് വിചാരിച്ചു കാണും? അച്ഛൻ പറഞ്ഞിരുത്തിയപ്പോൾ അവനെല്ലാവരെയും നോക്കി. എന്തു പറയാൻ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്ത ഭാര്യയെ കൂടെ നിർത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവള് ചിലപ്പോൾ ഇവരെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ലായിരിക്കും. എന്നിട്ട് അവളെ പോലെ അഹങ്കാരം തലക്കി പിടിച്ചൊന്നിനെ എനിക്ക് വേണ്ട. നിങ്ങളുടെയൊക്കെ താല്പര്യമല്ലേ ഈ കല്യാണം? എന്റെ രാധുവിന് കൊടുത്ത വാക്കെന്ന് പറഞ്ഞ് അമ്മയ്ക്കല്ലായിരുന്നു അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്ര ധൃതി. എന്നിട്ട് എന്തായി? ആദി, അച്ഛനും അമ്മയില്ലാതെ വളർന്ന പുറത്തേക്കുന്ന കുട്ടിയല്ലേ? നമ്മളെയൊക്കെ അംഗീകരിക്കാൻ അവൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അതൊക്കെ നമ്മൾ ഓർക്കണ്ടേ? അമ്മ പറയുന്ന കേട്ട് ആദി ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി. മാധവന്റെ വീട്ടിൽ തന്റെ മുറിയിൽ കിടന്ന ആരും എന്തൊക്കെയോ ഓർത്തുപോയി. തെറ്റാണ് ചെയ്ത്. പക്ഷെ കുട്ടികളെ ഉപദ്രവിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളെ ഉപദ്രവിക്കുന്നതെന്ന് താൻ പറഞ്ഞല്ലോ. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ? അതല്ലെങ്കിലും നിഷ്കളങ്കരായ ആളുകളാണ് അവിടെയുള്ളവർ. അവിടെ താൻ ചേരില്ല. ആൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിറ്റേന്ന് രാവിലെ താഴേക്ക് എന്നപ്പോൾ അവിടെ ചെറിയമ്മമാരും വലിയമ്മയും അവിടെ ഇരിക്കുന്ന കണ്ട ആര്യൊന്ന് ഞെട്ടി. ആൾക്ക് അവരെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി. മോള് വിഷമിക്കണ്ട. ഇന്നലെ നടന്നതിന്റെ സത്യാവസ്ഥ ആ ഗുണ്ട് തന്നെ പറഞ്ഞു. അവൻ മംഗലത്തുകാരുടെ ആളാ. നമ്മളെ ശത്രുക്കളെ അവർ കാണുന്നു. ആദ്യം കുറച്ച് എടുത്തിയാട്ടവും വാശിയും കൂടുതലാ. ഇന്നലെ മോളെ ഇവിടെ കൊണ്ടുവരേണ്ടെന്ന് എത്ര തവണ പറഞ്ഞതാ. കേൾക്കണ്ടേ? ഞങ്ങൾ മാധവിനോടും ഇന്ദുവിനോടും എല്ലാം സംസാരിച്ചു. മോളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്ന്. ആരും അവരെ നോക്കി അവരുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. എന്നെ അവിടെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. എന്നെ പോലൊരു പെണ്ണിന് നിങ്ങൾ ആരെയും അറിയിക്കാനൊരു യോഗ്യതയില്ല. അതുമില്ല, എനിക്ക് പറ്റില്ലമ്മേ. ആൾ പറഞ്ഞു നിർത്തി അവരെ നോക്കി.
മോളെ, നിന്റെ അമ്മ രാധികയും ഞാനും സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരി അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. എൻ്റെ മോന് മോളെ കൊടുക്കുമെന്ന്, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന്. ആ വാക്ക് എനിക്ക് പാലിക്കണം. അമ്മയ്ക്കറിയാം മോള് വളർന്ന സാഹചര്യങ്ങളും രീതികളെല്ലാം വ്യത്യസ്തമാണെന്ന്. മോൾക്ക് ഞങ്ങളൊക്കെ അംഗീകരിക്കാനും പ്രയാസം തോന്നും. പക്ഷേ മോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. അവരെ ഒന്നും നിരാശപ്പെടുത്തരുത്. മോൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. മോൾക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ ജീവിക്കാം. ഒന്നിനും ആരും തടയില്ല. എൻ്റെ മോള് തന്നെയാ നീയും. കുറച്ച് ദിവസം അവിടെ നിൽക്ക്. എന്നിട്ട് മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ അമ്മ തന്നെ മോളെ തിരികെ കൊണ്ടുവരാം. ജീവിതാ മോളെ ഇത്. ദേഷ്യവും വാശിയും മാത്രമല്ല അവിടെ വേണ്ടത്. മോള് കരുതുന്ന പോലെ മോളുടെ ഒരു സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി ജീവിക്കേണ്ടി വരില്ല നിനക്ക്. എല്ലാ ജീവിതങ്ങളും ഒരുപോലെ അല്ല മോളെ. നിനക്കത് അവിടെ വരുമ്പോൾ മനസ്സിലാവും. എല്ലാം മറന്ന് ഞങ്ങളെ ഒന്ന് മനസ്സോർന്ന് സ്നേഹിച്ചു നോക്ക് മോളെ, മോളുടെ അമ്മയ്ക്ക് വേണ്ടി. അമ്മ ആ ഓർമ്മയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഇന്ദുവിനെയും മാധുവിനെയും നോക്കി. ആർക്കും സമ്മതമാണെന്ന് കണ്ടപ്പോൾ ഏതോ ഒരു ഉൾപ്രേരണയിൽ ഒട്ടും ഇഷ്ടമില്ലാതെ ഇറങ്ങി വന്നിടത്തേനെ തിരികെ പോകാൻ അവൾ തീരുമാനിച്ചു. ആദ്യം പാടത്തുനിന്നും പണിയെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. രാവിലത്തെ മോഹിതയൊന്നും ആർക്കുമില്ല. അവരൊരു സംശയത്തോടെ പുറത്തെ ബാത്റൂമിൽ കുളിച്ചിട്ട് റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കട്ടിലിരിക്കുന്ന ആരുവിനെ കണ്ട് അവന് ദേഷ്യം വന്നു. ഓ, അപ്പൊ ഇതാണല്ലോ എല്ലാവരെയും സന്തോഷത്തിന്റെ കാരണം. നീ വിഷമിക്കണ്ട, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നല്ലേ ഇവിടേക്ക്. വൈകാതെ തന്നെ നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാകുമ്പോൾ അവർ തന്നെ തിരികെ കൊണ്ടുപോയി കിട്ടുള്ളൂ. വെറുപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട്. ആരും ദേഷ്യത്തോടെ ടീഷർട്ട് എടുത്തിട്ട് റൂമിൽ നിന്നും പോയി. ആരും എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്നാണ് ജനലുകളെല്ലാം അടഞ്ഞെടുക്കുന്ന അവൾ ശ്രദ്ധിച്ച് ആളൊരു ജനൽ തുറന്നു. പെട്ടെന്ന് മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു തണുപ്പ് അവൾക്ക് തോന്നി. തൊട്ടുമുന്നിൽ വിശാലമായ പാടമാണ്. പാടത്തിന്റെ അവസാനം അങ്ങകലെ അമ്പലം കാണാം. അവിടെ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ആലും. ഇളം കാറ്റ് വീശുന്നുണ്ട്. ആകാശം അസ്തമനത്തിന് തയ്യാറായി നിൽക്കുന്നു. മുഴുവൻ ചുവപ്പുമയം. അടുത്ത ജനൽ തുറന്നപ്പോൾ അവിടെ ഒരു തുറസായ സ്ഥലമാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ അസ്തമയ സൂര്യൻ കുങ്കുമവർണ്ണത്തിൽ വിളങ്ങി നിൽക്കുന്നു. ഈ സ്ഥലത്തിന് ഇത്ര ഭംഗിയുണ്ടോ എന്നൊരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. ഓരോ ദൃശ്യയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പം ആരും ഉണ്ടായിരുന്നു. ബ്രെഡും സ്പ്രൈറ്റും ഒന്നുമില്ല, കഞ്ഞിയും പയറുക. ഓക്കാന വരുന്നവരൊക്കെ എഴുന്നേറ്റ് വേണം. ആദിയുടെ പറച്ചിലേട്ട് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി. മോൾ അവിടെ ഇരിക്ക്. ആദി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചെറിയമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് പുച്ഛിച്ചു. രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോഴാണ് അവളെന്തോ ശബ്ദം കേട്ടത്. കറണ്ടില്ല, വല്ലാത്ത തണുപ്പുണ്ട്. അപ്പോഴാണ് അവൾ ജനലിൽ തുറന്നെടുക്കുന്നത് കണ്ടത്. അവളൊന്ന് പുറത്തേക്ക് നോക്കി. പൂർണ്ണചന്ദ്രനായതുകൊണ്ട് നല്ല നിലാവുണ്ട്. ദൂരെ അമ്പലത്തിന്റെ ഭാഗത്ത് നിന്ന് ആരോ പാട്ടുകൾ പാടുന്നുണ്ട്. ചുറ്റും നിശബ്ദതയായതുകൊണ്ട് ആ പാട്ടാണ് കേട്ടത്. ആരായിരിക്കും അത്? അവൾ കുറച്ചു സമയം അങ്ങനെ തന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡേ, ആ ജനലെല്ലാം തുറന്ന് ഈ കൊതുകിനെ അത്യാവശ്യം ക്ഷണിക്കുകയാണോ? ആദിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ആളവനെ കണ്ടത്. ബാൽക്കണിയിൽ കിടന്ന സെറ്റ് അവിടെ കൊണ്ടിട്ടുണ്ട്. അതിലാണ് അവൻ കിടക്കുന്നത്. ആളൊന്നും പറയാതെ ജനലടച്ച് കിടന്നു. അപ്പോഴും ദൂരെ നിന്ന് ആ പാട്ട് കാറ്റുവഴി അകത്തേക്ക് വന്നിരുന്നു. രാവിലെ ആഹാരമൊക്കെ കഴിച്ച് ചുമ്മാ ആളിയിരിക്കുമ്പോഴാണ് കുട്ടിപ്പട്ടാൾ അവിടെ അടുത്തേക്ക് വന്ന്. അമ്മവും ആളും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആൾക്ക് അവരെ കണ്ടപ്പോൾ വല്ലായ്മ തോന്നി. ഏടത്തേക്ക് ദേഷ്യമാണോ? അമ്മ ചോദിച്ചപ്പോൾ അവളില്ലെന്ന് തലയാട്ടി. സോറി. ആൾ മാളുവിനോടും അമ്മുവിനോടും പറഞ്ഞു. അയ്യോ ഏടത്തി, സോറി ഒന്നും പറയണ്ട. ഏടത്തി ഒന്നും ചെയ്തില്ലല്ലോ, ഞങ്ങളോട് മിണ്ടാണ്ടിരിക്കാതിരുന്നാ മതി. അവൾ തലയാട്ടി. അവരെല്ലാവരും കൂടി ഏണിയും പാമ്പും കളിക്കുകയാണ്. അവളും അവരോടൊപ്പം കൂടി. അങ്ങനെ കുട്ടികളോടെ ഇരുന്നപ്പോൾ മനസ്സ് കുറച്ചധികം ഫ്രീ ആയതുപോലെ അവൾക്ക് തോന്നി. കുറച്ച് സമയം കൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ അവൾ കയറിപ്പറ്റി. മാധവൻ കാണാൻ വിളിച്ചുകൊണ്ട് ബീച്ചിലേക്ക് വന്നാണ് ആദി. കുറച്ച് സമയമായിട്ടും അയാളൊന്നും പറഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.